السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال ربك للملائكة إني خالق بشرا من طين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കാരുണ്യത്താൽ ഈ റമദാൻ മാസത്തിലെ ആദ്യ 10 നോമ്പുകൾ പിടിച്ചു കിട്ടുവാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, റമദാനിന്റെ 1/3 ഇപ്പോൾ തന്നെ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കർമ്മങ്ങൾ നിശ്ചിതമായി മുന്നേറുവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനത്തിൽ നമ്മളെ ഇന്ന് ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ ആരംഭം കുറിക്കുന്ന ഹദീസുകളും അതിന്റെ ആയത്തുകളും അള്ളാഹു അർശിനെ സൃഷ്ടിച്ചതും വെള്ളത്തെ സൃഷ്ടിച്ചതും ലൗഹ ഫലം, അതുപോലെ തന്നെ ഭൂമി ആകാശങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച ഘടന, അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സംവിധാനിച്ച രീതിയും അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത് കലിമത്തു തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തൗഹീദ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള ഹിക്മത്ത്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പൊ നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ വളരെ പ്രാധാന്യം അതിനുണ്ട്. കാരണം ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കുന്ന ചരിത്രങ്ങൾക്ക് മറ്റുള്ള നമ്മൾ കേവലം പഠിക്കുന്ന ചരിത്രങ്ങൾ പോലെയല്ല, മറിച്ച് ഇതൊരു അഖീദയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഖീദയാണ്. ഇപ്പൊ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ അപ്പൊ അതിൽ നിഗമനങ്ങളില്ല, ആരെങ്കിലും ഊഹിച്ചുണ്ടാക്കിയ കഥകളൊന്നുമല്ല, മറിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാണ്, അതിലൊരിക്കലും കെട്ടുകഥകളില്ല, ഊഹാപോഹങ്ങളില്ല. അപ്പൊ ഈ പറയുന്ന ഹത്തായ കാര്യങ്ങളാണ്, യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ ചരിത്രം പഠിക്കുന്നത് സ്വാഭാവികമായും നമ്മൾ ആരാണ്, നമ്മുടെ തുടക്കം എന്താണ്, എവിടെ നിന്നാണ് നമ്മുടെ വരവ്, ഇനി എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്, അപ്പൊ ആ ഒരു ബോധം മനുഷ്യനുണ്ടാകും ഈ ഒരു ചരിത്രം പഠിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറു യൗമൻ തലഅതു അലൈഹി ശംസു യൗമൽ ജുമുഅ. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളിന് മുമ്പ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുമല്ലോ എന്ന് ചോദ്യം വരും. അപ്പൊ അള്ളാഹു ദിവസങ്ങൾ സൃഷ്ടിച്ച അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫീഹി സഅഅത്തു, അതായത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമാണ്. ആ ഒരു സമയം ഒരു അടിമയുടെ ദുആ ആ സമയത്തോട് യോജിച്ചാൽ ആ ദുആയ്ക്ക് ഉത്തരം എന്താണോ ആ അടിമ ചോദിക്കുന്നത് അത് അല്ലാഹു നൽകും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ച് അദ്ദേഹം പറയുകയാണ്, അപ്പൊ സാധാരണ ദുആ സ്വീകരിക്കുന്നത് 3 രീതിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്നത് 3 രീതികളിലാണ്. ഒന്നെങ്കിൽ പെട്ടെന്ന് നൽകും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് ബാക്കി വെക്കും, അതല്ലെങ്കിൽ അവന് വരാനിരിക്കുന്ന ഏതെങ്കിലും മുസീബത്തുകൾ അള്ളാഹു ആ ദുആ കാരണം തടയും. ഈ 3 രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്നത്. പക്ഷെ വെള്ളിയാഴ്ചത്തെ ആ ദിവസത്തിലുള്ള ദുആ
സമയത്തിലുള്ള ആ സമയത്ത് പ്രത്യേക സമയത്തുള്ള ദുആ ഈ ഷർത്തിൽ പെട്ടതല്ല, ഈ നിബന്ധനകളിൽ പെട്ടതല്ല ദുആ. ഇപ്പൊ ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ ഏതാണ് സമയം എന്നുള്ളതിൽ പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും റാജിഹായ അഭിപ്രായം ഉറൂബ് ശംസ്, അതായത് അസറിന് ശേഷമുള്ള അവസാന സമയമാണ് ആ ഒരു സമയം. വെള്ളിയാഴ്ച ദിവസം ആ ഒരു സമയത്താണ് ദുആ സ്വീകരിക്കുന്നതെന്ന് ആണ് കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. അപ്പൊ ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണ്, ഒരു സംശയവും വേണം. ഇപ്പൊ വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകതയായിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫീഹി ഖുലിഖ ആദം, ആ ഒരു ദിവസത്തിലാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആ ഒരു ദിവസം തന്നെയാണ്, വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹാ, അപ്പൊ ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആ സ്വർഗത്തിൽ നിന്നും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആദം നബി അലൈഹി ഇസ്ലാം പുറത്താക്കപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ ഈ ഒരു ഹദീസിൽ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്സിറു ഫീഹി അസ്സലാത്തു അലൈഹി, അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ഫഇന്ന സ്വലാത്തകും മഅറൂദതു അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു രണ്ട് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്വലാത്ത് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്റെ അടുക്കൽ ആ പേര് പറയപ്പെടും. ഇപ്പൊ ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ പ്രവാചകരെ താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പേര് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അടുക്കൽ പറയപ്പെടുന്നത് വേളയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ എല്ലാ ദിവസവും നമ്മുടെ പേര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറയുക എന്നൊരു, അത് വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകതയായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് മലക്കുകളെ അറിയിക്കുകയാണ്, എന്ത്? ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖു ബശറൻ മിൻ തീൻ, സൂറത്ത് സ്വാദിലെ 71-ാമത്തെ ആയത്ത്. ഇപ്പൊ ഇദ് ഖാല റബ്ബുക, നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം, ലിൽ മലായികതി, മലക്കുകളോട് അറിയിക്കുകയാണ്, ഇന്നി ഖാലിഖു ബശർ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നവനാണ്, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണിനെ സംബന്ധിച്ച് ഖുർആനിൽ പല ഭാഗങ്ങളായിട്ട് പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആകത്തുക പറയുകയാണ്, അതായത് കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ തആല ഖലഖ ആദമ മിൻ ഖബ്ളത്തിൻ ഖബ്ളഹ മിൻ ജമീഇൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് മിൻ ഖബ്ളത്തിൻ, ഒരു പിടി മണ്ണിൽ നിന്നാണ്, ഖബ്ളഹ മിൻ ജമീഇൽ അർദ്, ആ മണ്ണെടുത്തത് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമാണ്. ഇപ്പൊ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച മണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തത്. മറ്റൊരു ശ്രേഷ്ഠത, ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ കൊണ്ടാണ്. ഖലഖതു ബിയദയ്യ, എന്റെ രണ്ട് കരങ്ങൾ കൊണ്ടാണ് നാം സൃഷ്ടിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമ്മുടെ ചെറിയൊരു അഖീദ, നമ്മുടെ ഒരു വിശ്വാസം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ, യദ് എന്ന് പറഞ്ഞാൽ അറബിയിൽ കൈയാണ്. അപ്പൊ യദുല്ലാഹി ഫൗഖ ഐദീഹിം, ഖുർആനിൽ പല ഭാഗങ്ങളിലായി പല ഇടങ്ങളിലായി അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് യദ് എന്ന വാക്ക് വന്നിട്ടുള്ളതായി കാണാൻ സാധിക്കും. അപ്പൊ അവിടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട്. എങ്ങനെ? അള്ളാഹുവിന്റെ അളവത്തിനും അള്ളാഹുവിന്റെ മഹത്വത്തിനും യോജിച്ച രീതിയിൽ അള്ളാഹുവിന്റെ കൈയുണ്ട്. അപ്പൊ അതിന്റെ രൂപം അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല.
അപ്പൊ നമ്മൾ യദ് എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നൊന്നുമില്ല, അതിനെ മറ്റൊന്നിനോടും സാദൃശ്യപ്പെടുത്തുന്നില്ല. കാരണം എന്താ? ലൈസക മിസ്ലി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അപ്പൊ അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതാണ്. അപ്പം അള്ളാഹുവിന്റെ യദിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പൊ കാരണം അറബിയിൽ യദ് എന്നുള്ളത് കൈ എന്നാണ് നമുക്കറിയാം. അപ്പൊ അതിനെ റഹ്മത്തെന്നോ ഖുദ്റത്തെന്നോ നമ്മൾ വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ കൈ എങ്ങനെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയിക്കുന്നു. രണ്ടാമത്തേത്, അതിന് മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. മറിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കും. അള്ളാഹു പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ സ്ഥിരീകരിക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കരങ്ങളുണ്ട്. അത് അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതി അത് അതേപടി സ്ഥിരപ്പെടുത്തുന്നു. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ഇപ്പൊ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എടുത്ത മണ്ണ് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. ഫജാഅ ബനു ആദമ അലാ ഖദറിൽ അർദ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഭൂമിയിലെ മണ്ണുണ്ടല്ലോ, ഭൂമിയുടെ ഓരോ ഭാഗത്തു നിന്നുള്ള മണ്ണ് അതിന്റെ തോതനുസരിച്ചാണ് പിന്നെ ആദമിന്റെ മക്കൾ പറഞ്ഞത്. ഫജാഅ മിൻഹും അൽ അഹ്മർ വൽ അബിയദ് വൽ അസ്വദ്. ഇപ്പൊ മനുഷ്യന്റെ നിറം, അവരിൽ നിന്നും ആ മണ്ണിന്റെ നിറത്തിനനുസരിച്ച്, മണ്ണിന്റെ നിറവ്യത്യാസത്തിനനുസരിച്ച് അവരിൽ ചുവപ്പുണ്ടായി, വെളുപ്പുണ്ടായി, അതേപോലെ തന്നെ അൽ അസ്വദ് കറുപ്പുണ്ടായി. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അൽ അഹ്മർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുർക്കികളാണ് എന്നാണ്. അതുപോലെ വൽ അബിയദ് എന്ന് പറഞ്ഞാൽ അറബികളാണ്. വൽ അസ്വദ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കക്കാരാണ്, അതായത് ഹബിഷുകാരാണ്. ഈ മൂന്ന് കളറാണ് അടിസ്ഥാന കളർ. എന്നിട്ട് ബാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇപ്പൊ ബൈന ദാലിക, അതായത് മറ്റുള്ളതെല്ലാം ഈ മൂന്നിന്റെയും ഇടകലർന്നുള്ള കളറുകളാണ്. അപ്പൊ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ മൂന്ന് നിറമാണ് അടിസ്ഥാന നിറം, മറ്റെല്ലാം എന്താണ് ഇതിന്റെ ഇടയിൽ കൂടിക്കലരുന്ന നിറങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ അത് മനുഷ്യന്റെ നിറത്തെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നിറം, മണ്ണിന്റെ നിറത്തിനനുസരിച്ച് മനുഷ്യന്റെ നിറം മാറും. അതേപോലെ തന്നെ വസ്സഹ്ലു വൽ ഹസ്ൻ. ഇനി മനുഷ്യന്റെ പ്രകൃതിയെ സംബന്ധിച്ചാണ് പറയുന്നത്. മണ്ണിന്റെ പ്രകൃതി പോലെ തന്നെ ഇപ്പൊ എല്ലാ മണ്ണും ഒരേപോലെയല്ല. ചിലത് എന്താ, കട്ടിയില്ലാത്ത നേർത്ത മണ്ണാണ്. അതേപോലെ വസ്സഹ്ല്, മനുഷ്യൻ എന്തുണ്ട്, മനുഷ്യന്റെ പ്രകൃതി, ചില ആൾക്കാരുടെ പ്രകൃതി നേർത്തതാണ്, നൈർമല്യമുള്ളതാണ്. മറ്റു ചിലത് വൽ ഹസ്ന്, മറ്റു ചിലർ പരുഷ സ്വഭാവക്കാരാണ്, കട്ടിയുള്ള സ്വഭാവമാണ്. ഇപ്പൊ രണ്ടുമുണ്ട്, രണ്ട് രീതിയിലുള്ള മണ്ണുമുണ്ട്. അതേപോലെ മനുഷ്യന്റെ പ്രകൃതിയും ഈ രണ്ട് രീതിയിലാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നെ വൽ ഖബീസു വത്വയ്യിബ്, അതിൽ നല്ല സ്വഭാവക്കാരുണ്ട്, ചീത്ത സ്വഭാവക്കാരുണ്ട്. ഇപ്പൊ നല്ല മണ്ണ്, ഫലപുഷ്ടിയായ നല്ല മണ്ണുമുണ്ട്, അതുപോലെ തന്നെ കൃഷികൾ വിളയിക്കാത്ത മോശമായ മണ്ണുമുണ്ട്. അങ്ങനെ ആ മണ്ണിന്റെ പ്രകൃതിക്ക് അനുസരിച്ചാണ് മനുഷ്യന്റെ സ്വഭാവം, മനുഷ്യന്റെ പ്രകൃതിയും ഉണ്ടായിട്ടുള്ളതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇനി ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, എന്താ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറ. സൂറത്ത് ത്വാഹയിലെ 55-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കിക്കൊണ്ട് പോകും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറ, ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ മറ്റൊരിക്കൽ കൂടി നാം പുറത്തെടുക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സൂചിപ്പിക്കുന്ന വിഷയം, നാളെ അസറിന് ശേഷം നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. റമദാൻ ആത്മസംസ്കാരത്തിന്റെ മാസം എന്ന വിഷയത്തിൽ നൗഷാദ് സ്വലാഹി ഉൾപ്പെടെ ക്ലാസ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഉണ്ടായ ഒരു സംഭവം. ഇപ്പൊ നമ്മുടെ ഹൃദയം വേദനയും ആശങ്കയും അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നടന്നിരിക്കുന്ന ആക്രമണങ്ങളും അതുപോലെ അസ്ഥിരതയും അവിടെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഭീതിയിലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നടന്ന സംഭവം. അപ്പൊ അവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് നമ്മുടെ ബന്ധുമിത്രാദികൾ ഇന്ന് ആശങ്കയിലാണ് കഴിയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അക്രമവും ഭീതി നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അവരുടെ ജീവനും സമ്പത്തിനും ഈമാനും കുടുംബങ്ങൾക്കും നീ കാവലാകുമേ റബ്ബേ. അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ നീ സമാധാനവും ധൈര്യവും നിറയ്ക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ അക്ഫിനാ ശർറൽ ളാലിമീൻ. അല്ലാഹുമ്മ അക്ഫിനാ ശർറൽ ളാലിമീൻ.
നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.